ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്ത് ഖാഫ്. ഖാഫ് സൂറത്തിന്റെ തഫ്സീറിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന മുഫസ്സിറുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാൻ അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുന്ത മിൻഹു തഹീദ്. എന്തൊരു മധുര മനോഹരമാണ് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. സൂറത്തു ഖാഫ് അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ. എടാ മനുഷ്യ, ഓ മനുഷ്യവർഗമേ, നിങ്ങളെ പടച്ചത് ഞാനാണ്. അല്ലാഹു പറയുകയാണ്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ. ആധികാരികമായ പ്രഖ്യാപനം, അല്ലാഹുവിന്റെ ആധികാരികമായ പ്രഖ്യാപനം. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നിന്നെ പടച്ചത് ഞാനാണ്. നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ വെറുതെ അങ്ങ് പടച്ചു വിട്ടതാണെന്ന്? നീ വിചാരിക്കുന്നുണ്ടോ എന്നെ തൊട്ട് നിനക്ക് മറയാമെന്ന്? നീ വിചാരിക്കുന്നുണ്ടോ ഞാൻ നിന്നെ വെറുതെ പടച്ചു വിട്ട് അശ്രദ്ധനാണെന്ന്? വേണ്ട. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. നീ ചെയ്യുന്നത് ഞാൻ അറിയുമെന്നല്ല, നീ പറയുന്നത് ഞാൻ അറിയുമെന്നല്ല, നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു. നിന്റെ മനസ്സ് മന്ത്രിക്കുന്നത് ഞാൻ അറിയുമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു പറയുകയാണ്. എന്താ? വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അല്ലാഹു പറയുന്നു, ഞാൻ നിന്നെ പടച്ച സന്ദർഭത്തിൽ എങ്ങനെ പടച്ചു എന്നറിയോ? മാ യൽഫിദു മിൻ ഖൗൽ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിന്റെ നാവിലൂടെ എന്ത് അക്ഷരം പുറത്തേക്ക് വരുമ്പോഴും, നിന്റെ എല്ലാ ചലനങ്ങൾ നടക്കുമ്പോഴും ഉടനെ അത് രേഖപ്പെടുത്താൻ രണ്ട് മലക്കുകളുണ്ട്. എല്ലാവർക്കുമുണ്ട് ആ മലക്കുകൾ, എല്ലാവർക്കുമുണ്ട് ഓരോ മലക്കുകൾ. ആ ഒന്നാമത്തെ മലക്കിന്റെ പേര് റഖീബ്, മറ്റൊരു മലക്കിന്റെ പേര് അതീദ്. എല്ലാവർക്കുമുണ്ട് ഒരു റഖീബ്, എല്ലാവർക്കുമുണ്ട് ഒരു അതീദ്. എല്ലാം കൂടി ഒരു മലക്കല്ല, എല്ലാവർക്കും വേറെ വേറെയായി ഉണ്ട് ആ പേരിൽ. എങ്ങനെയാണ് അവർ രേഖപ്പെടുത്തുന്നത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിന്റെ നാവാണ് അവരുടെ പേന, നിന്റെ നാവിന്റെ ഉമിനീരാണ് അവരുടെ മഷിക്കുപ്പി. നീ എന്തു പറയലോടുകൂടി അതവിടെ പതിഞ്ഞു കഴിഞ്ഞു, ഒന്നുപോലും ഒഴിവാകില്ല. പക്ഷേ ഈ ഉമ്മത്തിന് അല്ലാഹു തആല ഒരു ഓശാരം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഉമ്മത്തിന് കൊടുത്തൊരു ഓശാരം, ഈ ഉമ്മത്തിന് കൊടുത്തൊരു ഫളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയാണ്, എൻ്റെ അടിമ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ ചെയ്താൽ മലക്കുകൾ അപ്പോൾ രേഖപ്പെടുത്തുമെങ്കിലും 6 മണിക്കൂറിന്റെ ഉള്ളിൽ തൗബ ചെയ്താൽ, ഈ തെറ്റ് ചെയ്ത് 6 മണിക്കൂറിന്റെ ഉള്ളിൽ തൗബ ചെയ്താൽ ഉടനെ അത് മായ്ക്കപ്പെടും. അതെല്ലാം മായ്ച്ചുകൊണ്ട് ഉമ്മുൽ കിതാബാണ് റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുമെങ്കിൽ ഈ ഉമ്മുൽ കിതാബിൽ ഇതങ്ങോട്ട് പകർത്തൂല. 6 മണിക്കൂറിന്റെ ഉള്ളിൽ തൗബ ചെയ്താൽ മതി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തൗബന്റെ വാതിൽ തുറന്നു തരികയാണ്. നോക്കൂ നിങ്ങൾ, തൗബന്റെ വാതിൽ അടിമകളുടെ മുമ്പിൽ തുറന്നു തരികയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി പറയുകയാണ്, 100 ആളെ കൊന്ന കഥ. അന്ന് ഞാൻ നിങ്ങളോട് വയല് പറയേണ്ട, നമുക്കൊക്കെ അറിയാം. പിന്നെ അടിമക്ക് എവിടെ നിരാശ? പിന്നെ അടിമ എന്തിന് നിരാശപ്പെടുന്നു? റബ്ബിന്റെ മുമ്പിൽ എന്തിന് നിരാശപ്പെടുന്നു? ഒരിക്കലും നിരാശപ്പെടാനില്ല. ബഹുമാനപ്പെട്ട എൻ്റെ സഹോദര സഹോദരിമാരോട്, എന്നോടും നിങ്ങളോടും പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലേക്ക് നാളത്തേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട കർഷകരായ നാം അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് നമുക്ക് സമ്പാദിക്കാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം, ഒന്നാമത്തെ സമ്പാദ്യം നമ്മളെ കൃഷിയുടെ വൃത്തിയാവലാണ്. അഥവാ മഗ്ഫിറത്ത്, നമ്മളെ പാപങ്ങൾ പൊറുപ്പിക്കലാണ്. അതിന് എളുപ്പമാർഗം അള്ളാഹുവിലേക്ക് മഗ്ഫിറത്ത് കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ അടുക്കുക. അള്ളാഹുവിലേക്ക് മാനസികമായി പൊറുക്കണമെന്ന, അള്ളാഹുവെ മാപ്പ് തരണേ എന്ന മാനസനായി റബ്ബിലേക്ക് അടുക്കുക. ഈ വഴിയിലേക്ക് സത്യവിശ്വാസികൾ എപ്പോഴും കടന്നു വരിക. എന്ത് തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിലും റബ്ബിൻ്റെ മുമ്പിലേക്ക് കൈ നീട്ടുക. തെറ്റ് ചെയ്യാനായിട്ട് തെറ്റ് ചെയ്യണ്ട. മനസ്സങ്ങനെ ചെയ്തു പോവുകയാണ്, വിഷമമുണ്ട്,
ചെയ്തു കഴിഞ്ഞാൽ അടിമക്ക് വിഷമമുണ്ട്. ഈ വിഷമത്തോടെ റബ്ബിലേക്ക് കൈനീട്ടിയാൽ അള്ളാഹു ഉടനെ അവനിക്ക് പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിശേഷിച്ച് രാത്രി സമയങ്ങളിലാണെങ്കിൽ, വിശേഷിച്ച് ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങളാണെങ്കിൽ അള്ളാഹു അവനിക്ക് വേഗം വേഗം പുറത്തു കൊടുക്കുകയാണ്. മാത്രമല്ല, മുഅ്മിനായ അടിമയിൽ നിന്ന് വല്ല തെറ്റുകളും സംഭവിച്ചാൽ അത് പൊറുക്കാനാണ് ഹസനത്തുകൾ, നന്മകൾ. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്ത്. മുഅ്മിനീങ്ങളിൽ നിന്ന് തിന്മകൾ വരുമ്പോൾ നന്മ കൊണ്ട് തന്നെ അത് പൊറുക്കപ്പെടും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. എന്തിനാ ഇത്രയൊക്കെ അടിമക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുന്നത്? അടിമ എങ്ങനെയെങ്കിലും നന്നാവട്ടെ, എങ്ങനെയെങ്കിലും എൻ്റെ വഴിയിൽ വരട്ടെ, എങ്ങനെയെങ്കിലും സ്വർഗത്തിലേക്ക് വരട്ടെ. സ്വർഗം ഒരിക്കലും കുറവില്ല, സ്വർഗത്തിൽ ഒരിടവും കുറവില്ല. എത്ര ആൾ വന്നാലും സ്വർഗത്തിൽ ഇടമുണ്ട്. ഈ കാണുന്ന ആകാശഭൂമികളെക്കാളൊക്കെ വിശാലമാണ് ആ സ്വർഗം. എത്ര വിശാലമാണത്! 7 ആകാശങ്ങളെക്കാൾ 7 ഭൂമിയേക്കാളും വിശാലമാണ് ആ സ്വർഗം. ആ സ്വർഗത്തിലേക്ക് വരാൻ അല്ലാഹു തആല അടിയങ്ങൾ ക്ഷണിക്കുകയാണ്. പരമാവധി മഗ്ഫിറത്തിലേക്ക് വരിക. ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, മാത്രമല്ല ഇവിടെ നമ്മൾ അനുഷ്ഠിക്കേണ്ട, ഇവിടെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാം അള്ളാഹുവിൽ നിന്ന് തേടുക, അള്ളാഹുവിലേക്ക് നമ്മൾ കൈമലർത്തുക, അള്ളാഹുവിനോട് നമ്മളെല്ലാം യാചിക്കുക, ഇരക്കുക. അടിമകൾക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഗുണം അതാണ്. എല്ലാം റബ്ബ് നമുക്ക് ചെയ്തു തരും. ദുനിയാവ് ഒരു പ്രശ്നമല്ല. ദുനിയാവിൻ്റെ കാര്യങ്ങളൊക്കെ അള്ളാഹു തരും മുഅ്മിനീങ്ങൾക്ക്. وتكون من سيب الأناس آيسا ولسيب نفسك للأناس باذلا. ഉടമസ്ഥനായ അല്ലാഹുവിൻ്റെ ഭൂമി, അവനല്ലേ ഈ ഭൂമി പടച്ചത്, അവനല്ലേ ഇവിടെ വായു പടച്ചത്, അവനല്ലേ ഇവിടെ വെള്ളം പടച്ചത്, അവനല്ലേ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്, അവനല്ലേ അടുത്ത വർഷത്തേക്ക് വെള്ളം തരേണ്ടത്, അവനല്ലേ അടുത്ത വർഷത്തേക്ക് കൃഷി തരേണ്ടത്, അവനല്ലേ അടുത്ത വർഷത്തേക്ക് കായ്കനികൾ തരേണ്ടത്. എല്ലാം തരേണ്ട റബ്ബിനെ വിട്ടുകൊണ്ട് അടിമയിലേക്ക് തേടാതെ ഉടമയിലേക്ക് തേടുക. ഈ ഭൂമിയിൽ അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിയാണ്. മഗ്ഫിറത്ത് കൊണ്ട് വന്ന അടിമ അള്ളാഹുവിൽ നിന്ന് തേടുക, എല്ലാം റബ്ബ് തരും. ഇതൊരു അടിമ മുത്തഖിയാവാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഹൃദയം തെളിയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാർഗമാണ്. അള്ളാഹുവിൽ നിന്നെല്ലാം കൊതിക്കുക, എല്ലാം റബ്ബിലേക്ക് സമർപ്പിക്കുക. എല്ലാറ്റിനും മതിയായവനാണ് അള്ളാഹു. ഇത് അള്ളാഹുവിൻ്റെ ഔലിയാഇന്റെ സരണിയാണ്. മഹാനായ മഖ്ദൂം തന്റെ അദ്കിയയിൽ പഠിപ്പിക്കുന്നുണ്ട്. നീ അടിമകളെ തൊട്ട് ആശമുറിയുക. എങ്ങനെയെങ്കിലും ആദ്യാറ പോക്കറ്റിൽ നിന്ന് വല്ലതും ഉണ്ടാക്കണം. അയാളെ ബേക്കിൽ നടന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ദുനിയാവിന്റെ ആളെ പിന്നാലെ പോകണ്ട. പണക്കാരന്റെ അടിമയാവണ്ട. ഉടമസ്ഥനായ അല്ലാഹു, രാജാവായ അല്ലാഹു, എല്ലാ മന്ത്രിമാരുടെയും രാജാവായ മലികുൽ മുലൂക്കായ അല്ലാഹു, ആ അല്ലാഹുവിലേക്ക് കൈനീട്ടുന്ന, റബ്ബിലേക്ക് സമർപ്പിക്കുന്ന, അല്ലാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ദുനിയാവിൽ ആരെ ഭയപ്പെടാനുണ്ട്, ആരിൽ നിന്ന് തേടാനുണ്ട്, ആരോട് ചോദിക്കാനുണ്ട്? അവർക്ക് വേണ്ടതൊക്കെ അല്ലാഹു അവന് കൊടുക്കും. വതകൂന മിൻ സൈബിൽ ഉനാസി ആയിസ വലിസൈബി നഫ്സിക ലിൽ ഉനാസി ബാദിലാ. ബഹുമാനപ്പെട്ട മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാഇന്റെ, മഹാന്മാരായ സ്വഹാബാക്കളുടെ വഴി അതായിരുന്നു. എല്ലാം അള്ളാഹുവിൽ നിന്ന് തേടുക. സത്യവിശ്വാസിക്ക് നല്ല വഴിയാണിത്. ഈ വഴിയിലേക്ക് സത്യവിശ്വാസി എടുക്കുമ്പോൾ അല്ലാഹു തആല അവൻ്റെ കൂടെയുണ്ടാകും. അല്ലാഹു തആല അവൻ്റെ സഹായിയാകും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ മൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അല്ലാഹ് ഇരുന്നാ ഭക്ഷണം തരുമോ? ഭക്ഷണവും തരും. അല്ലാഹു എല്ലാം തരും. അള്ളാഹുവിൽ നിന്ന് റബ്ബിലേക്ക് ഉടമയിലേക്ക് കൈനീട്ടുക, റബ്ബിലേക്ക് മനസ്സ് സമർപ്പിക്കുക, അള്ളാഹുവിലേക്ക് അടിമകൾ വരിക. ഒരിക്കലും ഈ വഴി നമ്മൾ പരീക്ഷിക്കാത്തത് കൊണ്ടാണ്, പരിശോധിക്കാത്തത് കൊണ്ടാണ്. പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും ഇത്ര നല്ല വഴി ദുനിയാവില്ലെന്ന്.
ഈ പരിമിതമായ സമയത്ത് അല്ലാഹു തആല നമുക്ക് തരുന്ന ദുനിയാവിലെ പരിമിതമായ സമയത്ത് എങ്ങനെയെങ്കിലും റബ്ബിൻ്റെ തൃപ്തി നേടാൻ, അവൻ്റെ പൊരുത്തം നേടാൻ, അവൻ്റെ സന്തോഷം സമ്പാദിക്കാൻ അതിൻ്റെ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണിത്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ സൂഫിയാക്കളുടെ കഥകൾ മുഴുവനും അവർ പരിശോധിച്ച് പരീക്ഷിച്ച് തെളിഞ്ഞതാണ്. അവർ ലോകത്തിൻ്റെ മുമ്പിൽ മാതൃകകളാണ്, അവർ ഉദാഹരണങ്ങളാണ്. ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി തന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു സൂഫിൻ്റെ കഥ, ഒരു വലിയൻ്റെ കഥ, ഒരു ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാന്റെ കഥ. അദ്ദേഹം കാട്ടിലായിരുന്നു. ജനങ്ങളൊക്കെ വിട്ടുകൊണ്ട് കാട്ടിലേക്ക് ഒറ്റപ്പെട്ട ഇബാദത്തിന് കഴിഞ്ഞുകൂടുകയാണ്. അയാൾക്ക് ജനങ്ങളെ സിമ്പതി വേണ്ട, ഒന്നും വേണ്ട, ഒന്നും കൊതിക്കുന്നില്ല, അള്ളാഹുവിനെ കൊതിക്കുകയാണ്. ഇങ്ങനത്തെ മനുഷ്യന്മാരെ നിങ്ങൾ നോക്കൂ, എവിടെ ഇരുന്നാലും അവരെ ജനങ്ങൾ വിടൂല. ജനങ്ങൾ ഓടി അടുക്കും, അവരടുത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകി വരും. അത് അള്ളാഹുവിൻ്റെ സൂഫിയാക്കളുടെ പ്രത്യേകതയാണ്. അത്തരക്കാർ അവർ ദുആക്ക് ഇജാബത്തുള്ളവരാണ്. അവരെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നടപ്പിലാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അവരെ പിന്നാലെ ഓടുകയാണ്. എവിടെ ഉണ്ടോ നിങ്ങൾ നോക്കോ, അവരെക്കുള്ള തിരക്കാണ്. ഇനി നമ്മൾ അങ്ങോട്ട് തരാന്ന് പറഞ്ഞിട്ട് വേറെ ആൾ ഇങ്ങോട്ട് എത്ര വന്നാലും അവരെ പിന്നാലെ ഒന്നും അത്ര ആളുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ സൂഫിയാക്കളെ എവിടെ പോയി ഒളിച്ചിരുന്നാലും, മഹാനായ CM മടവൂർ വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന ഉദാഹരണമായിരുന്നു. എത്ര ആളുകളാണ് മുമ്പ് റൂം അടച്ച് കുത്തിരിക്കും, പുറത്ത് എത്ര ആളുകളാ കാത്തിരിക്കുക. എവിടെയാ ഉള്ളതെന്ന് കാണാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ കീഴ്ശ്ശേരി, എത്ര ആളുകളാ മൂപ്പരെ ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര ആളുകളാണ്. അള്ളാഹുവിൻ്റെ ഔലിയായിൻ്റെ ഏറ്റവും വലിയ സ്വഭാവം, ഏറ്റവും വലിയ പ്രത്യേകതയാണത്. ഈ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബുല്ലൈസ് സമർഖന്ദി ഉദ്ധരിക്കുന്ന ഒരു മഹാന്റെ കഥ. അദ്ദേഹം കാട്ടിലിരുന്ന് ഇങ്ങനെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ കൊള്ള ഒഴുകി വന്നു, ആളുകൾ, 10,000-കണക്കിന് ആളുകൾ. പക്ഷെ ഇത് ഭരണകൂടത്തിന് ഇഷ്ടപ്പെട്ടില്ല. രാജാവിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ജനങ്ങളെല്ലാം സൂഫിൻ്റെ വേക്കിൽ പോയാൽ നമുക്കിൻ്റെ വില ഉണ്ടാവില്ലല്ലോ, നമ്മളെ ബഹുമാനം പോകുമെന്ന്. രാജാവിൻ്റെ മദ്ഹ് പറയാൻ, ബഹുമതി പറയാൻ ഇവിടെ ആളെ കിട്ടൂല. അതുകൊണ്ട് ഇത് ശരിയാവൂല. നിങ്ങൾ നോക്കിക്കോളി, ഇത്തരം സൂഫിയാക്കൾക്ക് എപ്പോഴും എതിര് ഇങ്ങനത്തെ ചില ആളുകളായിരിക്കും. അധികാരത്തിലുള്ള തൽപ്പന്മാരും അതുപോലെ അത്തരക്കാരുകൾ ഇവർക്കെതിരായിരിക്കും. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം ഇവരെ സ്ഥാനമഹിമ നഷ്ടപ്പെട്ടു പോകുന്നതുമായിരിക്കും. ബഹുമാനപ്പെട്ട ഈ മനുഷ്യൻ്റെ അടുത്ത് ആളിങ്ങനെ ഒഴുകിപ്പോകുമ്പോൾ രാജാവിനാകെ ബേജാറായി, തൻ്റെ സ്ഥാനം പോകുമോ എന്ന്. എന്ത് ചെയ്യും ഇപ്പോൾ? അയാളെ തച്ചു കൊല്ലാൻ കഴിയില്ലല്ലോ. കാരണം അയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ ജനങ്ങൾ വിടൂല, ജനങ്ങളിങ്ങാളും രാജാവിനെ കൊള്ളേ. ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട്. രാജാവ് തന്ത്രപൂർവം അയാളെ മയക്കുകയാണ്. തന്ത്രപൂർവം തൻ്റെ വീട്ടിലേക്ക് രാജാവ് ഈ സൂഫിനെ വീഴ്ത്താൻ വേണ്ടി ഒരു കെണിയൊരുക്കി. എന്താണെന്നറിയോ? രാജകൊട്ടാരത്തിൽ ഒരു സദസ്സ് ഒരുക്കി, ഒരു ഭക്ഷണ സദ്യ ഒരുക്കി. ഈ സദ്യയിലേക്ക് സൂഫിനെ ഇങ്ങോട്ട് ക്ഷണിക്കപ്പെട്ടു. അങ്ങനെ രാജദൂതനെ രാജാവ് ഈ സൂഫിൻ്റെ അടുത്തേക്ക് ബഹുമാനിച്ച് പറഞ്ഞയച്ചു. രാജദൂതൻ സൂഫിൻ്റെ ഹദറത്തിൽ വന്നിരുന്നു കൊണ്ട് സമ്മതം ചോദിച്ചു. രാജാവിൻ്റെ ദൂതനാണെന്ന് അറിയിച്ചു. നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്, നിങ്ങളൊന്ന് വരണം. സൂഫി അതിന് മനസ്സ് കാണിച്ചില്ല. സൂഫി പറഞ്ഞു, ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ് പരമാവധി ഒഴിഞ്ഞു മാറിയെങ്കിലും നിരന്തരം രാജാവ് ദൂതന്മാരെ വിട്ടു. ഒരു നിലക്കും രാജാവ് വിടുന്നില്ല. നിരന്തരം പിന്നെയും ദൂതന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ സൂഫിയായ മനുഷ്യൻ കരുതി രാജാവിൻ്റെ സദസ്സിൽ ഒന്ന് പോകാം അദ്ദേഹം തീരുമാനിച്ചു. ഒരു ദിവസം രാജാവിന് വാക്ക് കൊടുത്തു, ഇന്നാളിൻ്റെ ദിവസം വരുമെന്ന്. അങ്ങനെ അദ്ദേഹം രാജകൊട്ടാരത്തിലേക്ക് വരികയാണ്. രാജാവ് അദ്ദേഹത്തെ ആനയിച്ചു. പുറത്തു തന്നെ വളരെ ആളുകളൊക്കെ നിർത്തി ആനയിച്ച് കൊണ്ടുവന്നിരുത്തി നല്ല വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി സൂഫിയെ ആകർഷിപ്പിക്കാൻ, സൂഫിയെ വീട്ടിലേക്ക് വീഴ്ത്താനുള്ള എല്ലാ ശ്രമങ്ങളും. അങ്ങനെ എല്ലാം കൊടുത്ത് ആദരിച്ച് സൽക്കരിച്ച് സൂഫി എല്ലാ സൽക്കാരങ്ങളും സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ വിട പറഞ്ഞ് യാത്ര പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ രാജാവിന് തോന്നി, ഏകദേശം സൂഫി വീണിട്ടുണ്ട്. നമ്മളെ ആപ്പിളും മുന്തിരിയും, നമ്മളെ ആടും കോഴിയും, നമ്മളെ പരവതാനിയും രാജകൊട്ടാരമൊക്കെ കണ്ടിട്ട് സൂഫിൻ്റെ മനസ്സ് നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്, നല്ല ചിരിക്കുന്നൊക്കെ ഉണ്ട്, സമാധാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് വീഴ്ത്തുക, ആ വലയം കഴിയുക എന്ന് കരുതിയിട്ട് സൂഫിനോട് രാജാവ് തൻ്റെ സ്വന്തം മുറിയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട സൂഫി അവർകളെ, നിങ്ങൾ പോവണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ. നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ ഞാനൊരു മുറി, നിങ്ങൾക്കൊരു ഫ്ലാറ്റ് ഞാൻ തരാം, നിങ്ങളെ കുടുംബസമേതം വസിക്കാൻ, നിങ്ങൾ ഇവിടെ നിന്നോളൂ. സൂഫി പറഞ്ഞു, ഇല്ല രാജാവേ, ഞാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, നിങ്ങളിവിടെ നിൽക്കണം, നിർബന്ധിക്കുകയാണ്. ഒരു നിലക്കും സൂഫി അതിന് വഴങ്ങുന്നില്ല. ഇത് കണ്ട സന്ദർഭത്തിൽ രാജാവിന് ആശങ്ക, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ? നിങ്ങൾക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യല്ലേ വേണ്ടുള്ളൂ, അതല്ലേ നിങ്ങൾക്ക് ലക്ഷ്യമുള്ളൂ. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന
ഒരു വിഷമവും ഇവിടെ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഭക്ഷണം യഥാസമയത്ത് മുമ്പിലെത്തും. നിങ്ങൾക്ക് വസിക്കാൻ എൻ്റെ എല്ലാ സൗകര്യമുള്ള ഫ്ലാറ്റ് ഞാൻ തരും. എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങളെ കാണാൻ വരുന്നവരൊക്കെ കൊട്ടാരത്തിൽ വന്നോട്ടെ, എല്ലാം സൗകര്യമായി ഇവിടെയുണ്ട്. എങ്ങനെയെങ്കിലും അതും കൂടി രാജാവിൻ്റെ കീഴിലാക്കണം. അതാ രാജാവിൻ്റെ ഉദ്ദേശം. സൂഫി പറഞ്ഞു, രാജാവേ അത് പറയരുത്, അതെനിക്ക് വേണ്ട, എന്നെ വിടണം, എന്നെ ഒഴിവാക്കണം, എന്നെ നിർബന്ധിക്കരുത്. രാജാവിന് സംശയം, ഇതെന്തൊരു മനുഷ്യനാ പടച്ചോനെ, നിങ്ങൾക്ക് ഇബാദത്തേടിയല്ലേ വേണ്ടുള്ളൂ, അതിന് സൗകര്യം മുഴുവനായല്ലോ, പിന്നെന്തിനാ ഈ സൗകര്യങ്ങളൊക്കെ വിട്ടേച്ച് നിങ്ങൾ ആ കാട്ടിൽ പോയി ഇരിക്കണത്? ഇത് പിന്നെയും രാജാവ് സംശയത്തോടെ ചോദിച്ചപ്പോൾ സൂഫി പറഞ്ഞു, രാജാവേ എനിക്കൊരു സംശയമുണ്ട്, ആ സംശയങ്ങൾ തീർത്തെന്നാൽ മതി, എന്നാൽ പിന്നെ ഞാൻ അതിൻ്റെ ബാക്കി പറയാം. രാജാവ് പറഞ്ഞു, എന്ത് സംശയങ്ങൾക്ക് ഉള്ളത് പറഞ്ഞോളൂ. അത് രാജാവിൻ്റെ ഈ ആജ്ഞ സ്വീകരിച്ച്, രാജാവിൻ്റെ ഈ ബഹുമാനം, തഹിയ്യത്ത്, ഈ കാഴ്ച സ്വീകരിച്ച് ഞാൻ ഈ കൊട്ടാരത്തിൽ വസിച്ചാൽ, ഞാൻ രാജാവിൻ്റെ ഫ്ലാറ്റിൽ വസിക്കുമ്പോൾ, ഞാനിവിടെ സുഖലോലുപനായി കഴിഞ്ഞുകൂടുമ്പോൾ, ഏതെങ്കിലും ഒരു ദിവസം രാജാവ് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കൊട്ടാരമുറ്റത്ത് കാണുന്നത് രാജാവിൻ്റെ മകൾ രാജ്ഞിയോടുകൂടി, രാജകുമാരിയോടുകൂടി ഞാനിങ്ങനെ ചിരിച്ച് കളിക്കുന്ന, ഉല്ലസിക്കുന്ന, തൊടുന്ന, കളിക്കുന്ന, രസിക്കുന്ന, രമിക്കുന്ന രംഗം കണ്ടാൽ രാജാവിൻ്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിടിവിട്ടു. ഇപ്പോൾ സൂഫിൻ്റെ സ്വഭാവം മാറി. രാജകൊട്ടാരത്തിൽ രാജാവ് കാണുന്നത് എന്നെ രാജകുമാരിയുമായി ചിരിക്കുന്ന, കളിക്കുന്ന, ഉല്ലസിക്കുന്ന രംഗം കണ്ടാൽ നിങ്ങളെ സ്വഭാവം എന്തായിരിക്കും? രാജാവിന് 110 കയറി. അപ്പം തന്നെ എന്താണിത്? ഇവിടെ സൂഫിയായി വന്നിട്ട് ഈ രാജകൊട്ടാരത്തിലേക്ക് സൂഫിയായി ക്ഷണിക്കപ്പെട്ട ഞാൻ, നിങ്ങൾ എന്താ ഇപ്പൊ ചോദിക്കണത്? എൻ്റെ മോളെ തൊടാനോ? രാജകുമാരിയെ എൻ്റെ മോളുമായി രമിക്കാനോ? എൻ്റെ മോളെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഞ്ചാക്കി മുറിച്ചു കളയുന്നു. രാജാവിനാകെ കലി കയറി. സൂഫി പറഞ്ഞു, രാജാവേ ദേഷ്യം പിടിക്കല്ല, ഞാൻ നിങ്ങളുടെ മോളെ തൊട്ടിട്ടില്ല, ഞാൻ നിങ്ങളുടെ മോളുമായി രമിച്ചിട്ടില്ല, ഞാൻ നിങ്ങളെ മോളെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ സംശയം ചോദിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ രാജാവ് എന്നെ അടിക്കാൻ വേണ്ടി പുറപ്പെടുകയാണെങ്കിൽ, ഞാൻ വല്ലതും ചെയ്തു പോയാൽ, രാജാവിന്റെ ഭക്ഷണം കഴിച്ചിട്ട്, രാജാവിന്റെ കൊട്ടാരത്തിൽ വസിച്ചിട്ട്, രാജാവിന്റെ വെള്ളം കുടിച്ചിട്ട്, രാജാവിന്റെ വസ്ത്രം ധരിച്ചിട്ട്, രാജാവിനോട് ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്താൽ എന്ത് എന്ന് ചോദിക്കുമ്പോഴേക്ക് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന രാജാവേ, നിങ്ങളെ വാതിലാണോ എനിക്ക് മുട്ടാൻ ഏറ്റവും നല്ലത്? അതല്ല എന്റെ ഉടമസ്ഥനായ അല്ലാഹു, എനിക്ക് ഭക്ഷണം തരുന്ന അല്ലാഹു, എനിക്ക് വസ്ത്രം തരുന്ന അല്ലാഹു, എനിക്ക് ഭൂമി വിരിച്ചു തന്ന അല്ലാഹു, എനിക്കെല്ലാം തരുന്ന അല്ലാഹു, അവനോട് ഒരു തെറ്റ് ചെയ്താൽ അവൻ എനിക്ക് മാപ്പ് തരുന്നു, 2 തെറ്റ് ചെയ്താലും പിന്നെയും മാപ്പ് തരുന്നു, 20 തെറ്റ് ചെയ്താലും പിന്നെയും മാപ്പ് തരുന്നു, 70 തെറ്റ് ചെയ്താൽ പിന്നെയും മാപ്പ് തരുന്നു, 100 കണക്കിന് തെറ്റ് ചെയ്താൽ പിന്നെയും മാപ്പ് തരുന്നു. എല്ലാം മാപ്പ് തരുന്ന, എല്ലാം വിട്ടുവീഴ്ച തരുന്ന ഉടമസ്ഥനായ റബ്ബിന്റെ ആ വാതിലാണോ എനിക്ക് മുട്ടാൻ ഏറ്റവും നല്ലത്? ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്തെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോഴേക്ക് തല്ലാൻ വേണ്ടി പ്രകോപിതനാകുന്ന രാജാവേ, നിങ്ങളെ കവാടമാണോ എനിക്ക് നല്ലത് എന്ന ഒരൊറ്റ പ്രസക്തമായ ചോദ്യം ചോദിച്ചുകൊണ്ട് സൂഫിയായ മനുഷ്യൻ ഇറങ്ങിപ്പോവുകയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ സൂഫിയാക്കൾ, ബഹുമാനപ്പെട്ട ഇമാം അബുൽ ലൈസ് സമർഖന്ദി ഉദ്ധരിക്കുകയാണ്, അള്ളാഹുവിനെ മാത്രം കാക്ഷിച്ച ആളുകൾ അവർ യഥാർത്ഥ ബുദ്ധിമാനികളാണ്. അവർ ജനങ്ങളുടേത് ഒന്നിനും വില വെച്ചിട്ടില്ല, ഉടമസ്ഥനായ റബ്ബിന്റേത് വില വെച്ചവരാണ്. അങ്ങനെ ആ രീതിയിൽ മാത്രം വസിച്ച ആളുകൾ ഒരിക്കലും അള്ളാഹു കൈവടിയൂല, ഒരിക്കലും അള്ളാഹു നിസ്സാരപ്പെടുത്തൂല എന്ന് മാത്രമല്ല, അവരാണ് ഭൂമിയിൽ ഏറ്റവും ഉന്നതർ. ഒരാളെ വേക്കിലും കിട്ടാതിരിക്കുമ്പോൾ, ഒരാചാര വേക്കിലും അയാൾ വരാതിരിക്കുമ്പോൾ, ഒരു നേതാവിന്റെ വേക്കിലും അയാൾ കിട്ടാതിരിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് ബഹുമാനിക്കും. എല്ലാവരുടെ വേക്കിലും ഇങ്ങനെ നടക്കുകയാണെങ്കിൽ പരമാവധി ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യും. ഇല്ലേ? അല്ലാഹു തആല അയാളെ ഉയർത്തും. ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും അവർ റിസ്ക് മുട്ടിപ്പോകൂല, ഒരിക്കലും അവർ ദുനിയാവിന് വിഷമിക്കേണ്ടി വരില്ല. ഏറ്റവും വലിയ ഉദാഹരണമല്ലേ റഈസ് സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു?
18 രാജ്യങ്ങൾ ഭരിച്ച 18 രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ഈ രാജ്യങ്ങളുടെ ഭരണശിലാകേന്ദ്രമായ ബൽഹ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഭരിച്ച അതിശക്തനായ ഭരണാധികാരി സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആരാണ് ബഹുമാനപ്പെട്ടവർ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ രാജാവായിരുന്നു. ഒരു ദിവസം തൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു പെണ്ണ് കടന്നു വന്നു. എന്തിനു വേണ്ടി കടന്നു വന്നു? കൊട്ടാരത്തിലെ രാജാവിൻ്റെ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കാൻ, ഒന്ന് തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി തൻ്റെ പരിചാരിക വീട്ടിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ രാജാവ് തൽക്കാലം പുറത്തിറങ്ങി ഒന്ന് കൊടുത്തു. ഇവളെല്ലാം തട്ടിക്കൊടഞ്ഞ് വൃത്തിയാക്കി മെത്തൻ്റെ മേൽ വിരിയൊക്കെ വിരിച്ച് വൃത്തിയാക്കിയതിന് ശേഷം രാജാവ് പുറത്ത് കാത്തിരിക്കുകയാണ് ഇവൾ പുറത്തിറങ്ങാൻ. ഈ പെണ്ണ് ഇതെല്ലാം വൃത്തിയാക്കി വിരിച്ചിട്ടെല്ലാം ഒന്ന് തടവി മിനുസപ്പെടുത്തുമ്പോൾ നല്ല പട്ട് വിരിപ്പല്ലേ രാജാവിൻ്റെ വിരിപ്പ്. നല്ല സൗന്ദര്യം തോന്നി, നല്ല സുഖം തോന്നി ആ പെണ്ണിന്. തൻ്റെ കൈക്ക് ഇങ്ങനെ തടവുമ്പോൾ നല്ല സുഖമുണ്ട്. ഒന്നിരിക്കാമെന്ന് തോന്നി ആ പെണ്ണിന്. അതിൻ്റെ മേൽ കയറി ഒന്നിരുന്നു. ഇരുന്നപ്പോൾ നല്ല സുഖമുണ്ട്. ഒന്നും കൂടി ഇരിക്കണം എന്ന് തോന്നി. കുറച്ചും കൂടി അവിടെ തന്നെ ഇരുന്നു. ഒന്ന് കിടക്കാമെന്ന് തോന്നി ആ പെണ്ണിന്. പിന്നെ അവിടെ കിടന്നു. കിടന്നപ്പോൾ 2 മിനിറ്റും കൂടി കിടക്കാമെന്ന് തോന്നി. അങ്ങനെ അങ്ങ് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ഉറക്കം, കൂർക്കം വലിക്കുകയാണ്. രാജാവ് പുറത്തുനിന്ന് ഇങ്ങനെ സമയം നോക്കി കാത്തിരിക്കുക. എന്താണ് ഇവൾ വരാത്തത്? 8 മണി കഴിഞ്ഞ് 8:10, 8:15. എന്താണിത് വരാത്തത്? ഇതിങ്ങനെ കാത്തു കുത്തിരിക്കുകയാണ്. ഒരു നിലക്കും ഇവൾ പുറത്തു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ നല്ല കയറി നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ഈ വേലക്കാരി പോയിട്ട് രാജകൊട്ടാരത്തിലെ കട്ടിലിൽ കയറിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി കൂർക്കം വലിക്കുക. പൂച്ചക്കും കൂടി ഇത്ര ധൈര്യം ഉണ്ടാവില്ല അല്ലേ? അത്ര സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. രാജാവിനിങ്ങനെ 110 കയറി വലിയൊരു വടിയെടുത്തുകൊണ്ട് വന്നിട്ട് രാജാവ് കാലിന് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. ഈ അടിയങ്ങ് കിട്ടിയപ്പോൾ വേലക്കാരിയായ പെണ്ണ് ഞെട്ടി എഴുന്നേറ്റിട്ട് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് രാജാവിന് ശരിക്കും നോക്കിയിട്ട് ഒരൊറ്റ ചിരിയാണ് ആ പെണ്ണ്. ഈ ചിരി അങ്ങ് കണ്ടപ്പോൾ രാജാവിന് പേടിയായി പോയി. പടച്ചോനെ, എൻ്റെ വേലക്കാരിക്ക് വല്ല ചെറുത്താനും കൂടിയാ. കുറച്ചങ്ങ് കഴിഞ്ഞിട്ട് ആ പെണ്ണ് ഒരൊറ്റ കരച്ചലാണ്. കുറഞ്ഞ നേരം അവിടെ നിന്നിട്ട് പിന്നെയും ആ പെണ്ണ് കരയുന്നു. ഈ കരച്ചൽ കണ്ടപ്പോൾ രാജാവിന് ഉറപ്പായി എൻ്റെ വേലക്കാരിക്ക് ശരിക്കും ചെറുത്താൻ കൂടിയത് തന്നെയായിരിക്കും, അല്ലാതെ ഇത് ചെയ്യാറില്ല ഓള്, ഇന്ന് അങ്ങനെ കേടി കിടന്നതായിരിക്കും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് രാജാവ് ആ പെണ്ണിന് മാപ്പ് കൊടുത്ത് പറഞ്ഞേക്കുമ്പോൾ പിന്നെ ആ പെണ്ണിന് യാതൊരു പ്രശ്നവും കാണുന്നില്ല. രാജാവ് അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ, നീ എന്തിനാണ് എൻ്റെ അടി കിട്ടിയപ്പോൾ ചിരിച്ചത്? പിന്നെ ആലോചിച്ചിട്ട് നീ കരഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ആ പെണ്ണ് പറയാണ്, രാജാവേ, ഞാൻ ചിരിച്ചത് എന്തിനാണെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട രാജാവ്, ഈ ഭരണകൂടങ്ങളുടെ എല്ലാം ഉൾവാസിയായ രാജാവ് നിങ്ങളെ കൊട്ടാരത്തിലെ നിങ്ങളെ ബെഡിൽ കയറി നിങ്ങളെ മെത്തയിൽ കയറി ഞാൻ കടന്നിട്ട് എനിക്ക് കിട്ടിയ ശിക്ഷയാണെങ്കിലോ ഒരടി മാത്രം. ഞാൻ വലിയ തെറ്റല്ലേ ചെയ്തത്? ഇത്ര വലിയ തെറ്റിന് ഒരടി കിട്ടിയിട്ട് എന്നെ ഒഴിവാക്കിയല്ലോ. ഇത്ര വലിയ തെറ്റ് ചെയ്തിട്ട് ഒരടി മാത്രമല്ലേ എനിക്ക് ശിക്ഷ കിട്ടിയുള്ളൂ. ഇതാലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് ചിരിച്ചതാണ് രാജാവേ. എന്നാ പിന്നെന്തിനു മോളെ നീ പിന്നെ കരഞ്ഞു? ആ പെണ്ണ് പറയാണ്, രാജാവേ, പിന്നെ ഞാനിങ്ങനെ നിന്ന് ആലോചിച്ചു. അവിടെ ഞാൻ എൻ്റെ രാജാവിൻ്റെ മേൽ ആ മെത്തയിൽ കടന്നിട്ട് രാജാവിനോട് നന്ദിയില്ലാത്ത ചെറിയൊരു പണി ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഈ അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഈ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ബഹുമാനപ്പെട്ട രാജാവ് ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ അടിമയല്ലേ? അവൻ്റെ ഭക്ഷണം ഭുജിക്കുന്നവനല്ലേ? അവൻ്റെ വെള്ളം കുടിക്കുന്നവനല്ലേ? അവൻ്റെ ഭൂമിയിൽ വസിക്കുന്നവനല്ലേ? അവൻ്റെ സർവസ്വ സുഖങ്ങളും ആസ്വദിക്കുന്ന മനുഷ്യനല്ലേ? ഈ ഭൂമിയിൽ വസിച്ചിട്ട് അവനോട് നന്ദിയില്ലാതെ അവനോട് ധിക്കാരമായി ദുനിയാവിൽ ഇങ്ങനെ സുഖിക്കുന്ന, രമിക്കുന്ന, ആസ്വദിക്കുന്ന രാജാവേ, നാളെ അല്ലാഹുവിൻ്റെ കോർട്ടിലെത്തിയാൽ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കുന്ന ആ ഭയാനകത ഓർത്തിട്ടാണ് ഞാൻ കരഞ്ഞത് രാജാവേ. അടിമപ്പെണ്ണാണ് പറഞ്ഞതെങ്കിലോ വേലക്കാരിയാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞത് കാര്യമാണല്ലോ രാജാവിൻ്റെ മനസ്സിലേക്ക് തുളച്ചു കയറിയത്. ഹിദായത്തിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ. രാജാവിൻ്റെ മനസ്സിലേക്ക് അത് തുളഞ്ഞു കയറി. രാജാവിന് പിന്നീട് ചിന്ത കൂടി,
ഈ പെണ്ണ് പറഞ്ഞത് ശരി തന്നെയാണല്ലോ, ഞാൻ എൻ്റെ വേലക്കാരിയായ പെണ്ണാണെങ്കിലും എന്നോട് പറഞ്ഞത് ശരിയാണല്ലോ എന്നാലോചിച്ച രാജാവ് പിന്നീട് രാജാവിൻ്റെ ചിന്താമണ്ഡലത്തിൽ അതിങ്ങനെ കുഴക്കാൻ തുടങ്ങി. ഭക്ഷണത്തോട് ഇഷ്ടം കുറഞ്ഞു, ഉറക്കത്തോട് ഇഷ്ടം കുറഞ്ഞു, പട്ടുവസ്ത്രങ്ങളോട് ഇഷ്ടം കുറഞ്ഞു, രാജകൊട്ടാരത്തിനോട് കാമം കുറഞ്ഞു, എല്ലാറ്റിനോടും ഇഷ്ടം കുറഞ്ഞു വന്ന രാജാവ് ഒരു രാത്രി തീരുമാനമെടുക്കുന്നു, ഇനി എനിക്ക് ഈ കൊട്ടാരം വേണ്ട, ഇനി എനിക്ക് ഈ രാജപദവി വേണ്ട, എനിക്കിവിടെ ഒന്നും വേണ്ട എന്ന് തീരുമാനമെടുത്ത രാജാവ് തന്റെ പട്ടുടയാടകൾ മാറ്റിയിട്ട് അതാ കരിമ്പടം പുതക്കുകയാണ്, സൂഫിയാക്കളുടെ വസ്ത്രം പുതക്കുകയാണ്. കരിമ്പടം പുതച്ചുകൊണ്ട് പാതിരാവിന്റെ ദിശയുടെ നിശബ്ദതയിൽ ബൽഹാ കൊട്ടാരത്തിനോട് വിട ചോദിക്കുകയാണ്. സയ്യിദി ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ബൽഹയിലെ ഇബ്രാഹിം അദ്ഹമിൽ റളിയല്ലാഹു 18 രാജ്യം വിട്ടവർ കരിമ്പിടം പുതച്ചിടുന്നേ. ബൽഹാ കൊട്ടാരത്തോട് എന്നേക്കും വിട ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം കാട് കയറുകയാണ്. കാട്ടിന്റെ ഉള്ളിൽ ആരുമാരുമില്ലാത്ത വനാന്തരങ്ങളിലെ ഉള്ളിൽ പോയിക്കൊണ്ട് ഒരു ചുവട്ടിലിരുന്നു കൊണ്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം അല്ലാഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവേ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർദ്. അല്ലാഹു വിളിച്ച മഗ്ഫിറത്തിലേക്ക് അതാ ആ തീരത്തേക്ക്, ആ ശാന്തര തീരത്തേക്ക് വന്നടഞ്ഞു, സായുജ്യമടയുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം ആ വൃക്ഷച്ചുവട്ടിലിരുന്ന് മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ വിളിക്കുകയാണ്. ഭക്ഷണം കൂടെ കൊണ്ടുവന്നിട്ടില്ല, വെള്ളം കൂടെ കൊണ്ടുവന്നിട്ടില്ല, യാത്രാ ഒരുക്കുകളില്ല, ഒന്നുമില്ലാതെ കാട്ടിലിരിക്കുന്ന ആ മനുഷ്യന് ഭക്ഷണം കിട്ടിയത് എവിടെ നിന്നറിയോ? ഏതോ മൂലയിൽ പോയി കാക്കകൾ അപ്പക്കഷ്ണങ്ങൾ കൊത്തിക്കൊണ്ട് വന്നുകൊണ്ട് ഈ മനുഷ്യനിരിക്കുന്ന വൃക്ഷത്തിന്റെ മുകളിൽ കയറി ആ വൃക്ഷത്തിൽ നിന്ന് താഴേക്ക് കാക്കകൾ അപ്പക്കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങൾ വായി തുറന്നു കൊടുക്കുന്നു. ഇതായിരുന്നു ആ കാട്ടിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം അദ്ഹം തങ്ങളുടെ ഭക്ഷണമെങ്കിൽ അതേ അല്ലാഹു തആല ഖുർആനിൽ പ്രഖ്യാപിക്കുകയാണ്, അത്തരക്കാരുടെ ഭക്ഷണം ഞാൻ ഏറ്റെടുക്കുമെന്ന്, അത്തരക്കാരുടെ ഫുഡ്, അവരുടെ റിസ്ക് ഞാൻ ഏറ്റെടുക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. പിന്നെന്തിനാ നമുക്ക് സംശയം? പിന്നെന്തിനാ നമുക്ക് ഭയം? ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ ലോകത്തേക്ക്, അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിലേക്ക്, അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക്, അള്ളാഹുവിൻ്റെ റിസ്ക്കിലേക്ക്, അള്ളാഹുവിൻ്റെ വിശാലമായ അഫുവിലേക്ക്, ആ തോട്ടത്തിലേക്ക്, ആ ശാന്തല തീരത്തേക്ക് സായുജ്യമടയിലാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഏക മാർഗം. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗം അതാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. മാത്രമല്ല, എൻ്റെ സംസാരം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, വിശേഷിച്ച് എൻ്റെ പ്രിയപ്പെട്ട കരളിൻ്റെ കഷ്ടങ്ങളായ യുവ സുഹൃത്തുക്കൾ, ഞാൻ പറയട്ടെ, ഇനിയും 5 നേര നിസ്കാരം പോലും പതിവായിട്ടില്ലാത്ത മുസ്ലിം നമ്മുടെ കൂട്ടത്തിലുണ്ട്. 5 നേരം നിസ്കാരം പള്ളിയിൽ നടക്കുമ്പോൾ, പള്ളിയിൽ നിസ്കരിക്കേണ്ട പോട്ടെ, റൂമെന്തെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വ്യക്തി എവിടെന്നെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഇല്ല. ക്യാരം ബോർഡ് ചൊട്ടുകയാണ്. എല്ലാ നാടുകളിലും, എല്ലാ പള്ളിൻ്റെ മുക്കിലും ഓരോ ക്ലബ്ബുകളും, ക്ലബിൽ ക്യാരംസുകളും അത് ചൊട്ടിയിട്ട് ജീവിതം പര്യവസാനിപ്പിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ നിർബന്ധമായും ഒരു മുസ്ലിമിന് ഒഴിവാക്കാൻ പറ്റാത്തതല്ലേ നിസ്കാരം? ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു മനുഷ്യൻ്റെ നിസ്കാരം ഒഴിവാകുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര ഗൗരവമുണ്ട് നിസ്കാരത്തിന് അറിയോ നിങ്ങൾ? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടെ ആ നിസ്കാരം പഠിപ്പിച്ചെന്നറിയോ നിങ്ങൾ? ഇത് ശരിക്കും മനസ്സിലാക്കിയ ഒരു മുസ്ലിം, ഈ ഗൗരവം ഉൾക്കൊണ്ട ഒരു മുസ്ലിം ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കാൻ കഴിയൂല. മുസ്ലിം ഉമ്മത്ത് ഇത് കേൾക്കുന്നില്ല, മുസ്ലിം ഉമ്മത്തിനെ ഇത് കേൾപ്പിക്കുന്നില്ല, അതിലേക്ക് താല്പര്യമില്ല ആർക്കും. എൻ്റെ ബഹുമാനപ്പെട്ട ചെറുപ്പക്കാരോട് പറയാൻ, ഒരു വഖത്ത് നിസ്കാരം നമുക്ക് പോവരുത്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തിൻ്റെ സമയം 1-2 സംഭവങ്ങൾ.
അവിടുന്ന് വഫാത്തിന്റെ സമയം ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ റൂമിലാണുള്ളത്. എവിടെയാണ്? മദീനത്തെ പള്ളിയുടെ തൊട്ടടുത്ത് ആയിഷ ബീവിന്റെ വീട്ടിൽ. ഏതാണ് ദിവസം? റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ 12. ഈ 12 സഫർ മാസത്തിന്റെ ഒടുവിൽ അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിച്ചു. അതിശക്തമായ പനിയാണ്. പനി മൂർച്ഛിച്ചു വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് പലപ്പോഴും പള്ളിയിൽ വരാൻ കൂടിയിട്ടില്ല. പലപ്പോഴും പള്ളിയിലെ ജമാഅത്തുകൾക്ക് പള്ളിയിൽ വരാൻ സാധിക്കാതെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കരിക്കുന്നു. പള്ളിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന, വീട്ടിലിങ്ങനെ കഴിഞ്ഞുകൂടുന്ന അള്ളാഹുവിന്റെ റസൂലിന് അവസാനം ഒടുവിൽ റബീഉൽ അവ്വൽ 12 ഒരു ദിവസം രാവിലെ ഏകദേശം സുബ്ഹിന്റെ സമയത്ത് സഹാബാക്കൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി വന്നു. ആ ആയിഷ ബീവിന്റെ വീട്ടിൽ നിന്ന് മദീന പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഗേറ്റിന്റെ ആ വാതിലിന്റെ അടുത്ത് വന്ന് സഹാബാക്കളെ ഇങ്ങനെ എത്തി നോക്കി. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസാണ്, നീണ്ട ഹദീസ്. റസൂലുള്ളാഹി തങ്ങളുടെ സമാഗതം കണ്ടുകൊണ്ട് സഹാബാക്കളെല്ലാം ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് നബിയെ സ്വീകരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ റസൂലുള്ളാഹി അവരോട് ഇരിക്കാൻ വേണ്ടി ആംഗ്യം കാണിക്കുകയും ഞാനില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോവുകയാണ്. നോക്കും, അന്ന് കുറച്ച് ആശ്വാസമുണ്ട്. കുറച്ച് ആശ്വാസമുള്ളത് കൊണ്ടല്ലേ എഴുന്നേറ്റ് വന്ന് അവരോട് ആംഗ്യം കാണിച്ചതും അവരെ നോക്കിയതും. പക്ഷേ ഇത് അവസാനത്തെ നോട്ടമാണ്. തൻ്റെ സഹാബാക്കളോട് വിട ചോദിക്കുകയാണ്. തൻ്റെ സഹാബാക്കളെ ഒന്നുകൂടി കാണുകയാണ്. തിരിച്ചു പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കുറച്ച് സുഖമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ പനി കണ്ടിട്ട് സഹാബാക്കൾ തിരിച്ചു പോയെങ്കിലും ഏകദേശം സുബ്ഹിക്കാണ് നടന്നെങ്കിൽ ദുഹാന്റെ സമയമാകുമ്പോഴേക്ക് ആയിഷ ബീവിന്റെ വീട്ടിന്റെ പുറത്തുനിന്ന് വാതിൽ മുട്ടുന്ന ആര്? മലക്കുൽ അംലാഖ്, ബഹുമാനപ്പെട്ട ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വാതിൽ മുട്ടുന്നു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പോയി, ഫാത്തിമ ബീവി പോയി വാതിൽ തുറന്നു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി വന്നത് അസ്റായീലാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വിവരം കൊടുത്തു. അസ്റായീലിന് അഡ്മിഷൻ നൽകി. ബഹുമാനപ്പെട്ട അസ്റായീൽ വന്ന് റസൂലുള്ളാഹിന്റെ ഹദറത്തിൽ ഇരുന്നുകൊണ്ട് നബിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എന്നെ അള്ളാഹു അയച്ചതാണ് ബഹുമാനപ്പെട്ട നബിയെ, അവിടുന്ന് സമ്മതിച്ചെങ്കിൽ അവിടുത്തെ റൂഹ് പിടിക്കണം. സമ്മതം തന്നെങ്കിൽ റൂഹ് പിടിക്കണം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം കൊടുക്കുന്നു. അതിനു മുമ്പ് എനിക്കൊന്ന് ജിബ്രീലിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. മാലാഖ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് അസ്റായീൽ വരുന്നു. ജിബ്രീലിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട മലക്ക് അസ്റായീൽ അള്ളാഹുവിന്റെ റസൂലിന്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീവിന്റെ മടിയിൽ അള്ളാഹുവിന്റെ റസൂൽ കിടക്കുകയാണ്. അതിശക്തമായ പനിയുണ്ട്. പനി കൊണ്ടാകെ വിയർത്തിട്ടുണ്ട്. ക്ഷീണിച്ച് ആയിഷ ബീവിന്റെ മടിയിൽ കിടക്കുമ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പൂമുഖത്ത് അവിടുത്തെ എല്ലാ സൗകുമാര്യതയും അത് വാടലായി, അത് വിഷമമായി സഹാബത്ത് ബഹുമാനപ്പെട്ട ജിബ്രീലിനെ കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ പൂമുഖം ഒരിക്കലും കാണാൻ കഴിയാത്ത വിധത്തിൽ വിഷമം ഇങ്ങനെ ഞെളിച്ചു നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജിബ്രീൽ നോക്കാതെ മുഖം തിരിക്കുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട ജിബ്രീലേ, നിങ്ങൾ എന്നെ തൊട്ട് തിരിഞ്ഞു കളയുകയാണോ എന്ന്. ബഹുമാനപ്പെട്ട ജിബ്രീൽ പറയുന്നു, അല്ല നബിയേ, നോക്കാൻ കഴിയാഞ്ഞിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണവേദന കൊണ്ട് റൂഹ് പിടിക്കുമ്പോലുള്ള വിഷമം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് കടിച്ചറക്കുന്നു. തന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച വെള്ളപാത്രത്തിലേക്ക് കൈയിടുന്നു. ആ കൈ കൊണ്ട് ഇങ്ങനെ തപ്പി പാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് വെള്ളം പാരി മുഖത്തിങ്ങനെ തേക്കുന്നു. വെള്ളം ഒരു ആശ്വാസമാണല്ലോ, വേദനിക്കുമ്പോൾ വെള്ളം തടവൽ ഒരു ആശ്വാസമാണല്ലോ. അതിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന സയ്യിദുനാ റസൂലുള്ളാഹി തന്റെ ഭാര്യയായ ആയിഷയോട് പറയുകയാണ്, ആയിഷ, എനിക്കൊന്ന് മിസ്വാക്ക് ചെയ്തു തരൂ ആയിഷ, എനിക്കൊന്ന് പല്ല് തേച്ച് തരൂ ആയിഷ എന്ന്. മരണം ഹാദറായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അയാൾക്ക് പല്ല് തേച്ച് കൊടുത്താൽ ആ മരണവേദന കുറഞ്ഞു കിട്ടാൻ അത് കാരണമാണെന്ന് ലോകത്തെ പഠിപ്പിച്ച സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിനോട് പറയുന്നു, ഒന്ന് മിസ്വാക്ക് തരാൻ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മിസ്വാക്ക് എടുത്തുകൊണ്ട്, അറാക്ക് എടുത്തുകൊണ്ട് തൻ്റെ വായിൽ വെച്ച് ഉമിനീര് കൊണ്ട് അതിനെ നനച്ചുകൊണ്ട് അതിനെ പദം വരുത്തിയിട്ട് അതിനെ ലോലമാക്കിയിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് പല്ല് തേച്ച് കൊടുക്കുന്നു. മരണവേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ട് പല്ല് തേച്ച് കൊടുത്തതിന് ശേഷവും അള്ളാഹുവിൻ്റെ റസൂൽ മരണവേദന വല്ലാതെ വിഷമിക്കുമ്പോൾ, ആ വേദന സഹിക്ക വയ്യാതെ വരുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, യാ ആയിഷ,
ലിൽമൗതി ലസകറാത്ത്. വല്ലാത്ത വേദനയുണ്ട് മോളെ ആയിഷ മരണത്തിന്, വല്ലാത്ത വേദനയുണ്ട് മരണത്തിനെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വേദനയുള്ള ആ മരണവേദന ഇങ്ങനെ കടിച്ചിറക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ അവസാനമായി 1-2 കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്തായിരിക്കും അവസാനം പറഞ്ഞ കാര്യമെന്നറിയോ? അവസാനമായി അവിടെ നിന്ന് പറഞ്ഞ കാര്യം ബഹുമാനപ്പെട്ട ഇമാം മാലിക് തന്റെ മുവത്തയിലും ബഹുമാനപ്പെട്ട മുഹദ്ദിസുകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി പറയുന്നത് തന്റെ മോള് ഫാത്തിമ എന്നല്ല, തന്റെ മക്കൾ ഹസൻ ഹുസൈനെ എന്നല്ല, തന്റെ ഭരണമായ മദീന എന്നല്ല, തന്റെ ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ എന്നല്ല, തന്റെ ഏതെല്ലാം മറ്റ് കാര്യങ്ങളോ അല്ല. അവിടുന്ന് സംസാരിച്ചത് ഉമ്മത്തി, എന്റെ സമുദായം, എന്റെ സമുദായം, എന്റെ സമുദായം. എന്താണ് സമുദായത്തിന്റെ പ്രശ്നം? അവർ രാഷ്ട്രീയത്തിൽ കുറഞ്ഞു പോകുന്നതല്ല, അവർക്ക് പൈസ ഇല്ലാതായി പോകുന്നതല്ല, അവരുടെ ഭരണമേഖലകളല്ല, അവരുടെ ദുനിയാവിന്റെ പ്രശ്നങ്ങളല്ല. ഉമ്മത്തി അസ്സലാത്തുൽ ഖംസ്, എന്റെ ഉമ്മത്തിന്റെ 5 വക്ത് നിസ്കാരം അല്ലാഹു തആല അവന്റെ അടുത്തേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ, അതേ മിഅ്റാജിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആ മിഅ്റാജിലേക്ക് എന്നെ കൊണ്ടുപോയപ്പോൾ, എന്നെ മിഅ്റാജിന് വേണ്ടി കൊണ്ടുപോയപ്പോൾ അല്ലാഹുവിന്റെ അടുത്തെത്തിയിട്ട് എന്റെ കയ്യിലേക്ക് തന്ന ബഹുമാനപ്പെട്ട നിസ്കാരമുണ്ടല്ലോ, 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, 50 വക്തായി എന്റെ കയ്യിലേക്ക് തന്നിട്ട് ഞാൻ അതുമായി വരുമ്പോൾ ആറാൻ ആകാശത്ത് വെച്ച് മൂസാ നബി പറഞ്ഞതാണ്, നബിയെ ഇതും കൊണ്ട് അങ്ങോട്ട് പോല്ല, അവർ നിക്കരിക്കൂല, അവിടുത്തെ ഉമ്മത്ത് തളർന്നു പോകും, തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. അവിടെ പോയി 5 ചുരുക്കി, വീണ്ടും വന്നു, വീണ്ടും പറഞ്ഞേച്ചു, വീണ്ടും 5 ചുരുക്കി. അങ്ങനെ അവസാനം 5 വക്ത് മാത്രമാക്കി 9ാമത്തെ ട്രിപ്പിൽ മടങ്ങി വന്ന അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അവർക്ക് പേടിയാവുകയാണ്. 9 തവണ അള്ളാഹു ചുരുക്കി 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 അവസാനം 5 വക്ത് മാത്രമാക്കിയിട്ട് എൻ്റെ ഉമ്മത്തിന് ഒരു നിമിഷം പോലും ഒരു ബുദ്ധിമുട്ടെന്ന് വരുന്ന സമയത്തും ഒഴിവാക്കാൻ പറ്റാത്ത വിധം ആദരവോടെ എൻ്റെ കയ്യിലേക്ക് തന്നേൽപ്പിച്ച എൻ്റെ ഉമ്മത്തിന് ഞാൻ ഏൽപ്പിക്കുന്ന ഈ നിസ്കാരം എൻ്റെ ഉമ്മത്തിന് എടുക്കുമോ, എൻ്റെ ഉമ്മത്തിന് കൈവടിയുമോ? ഇതാണ് എൻ്റെ അവസാന നിമിഷത്തിനുമുള്ള ആശങ്കയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ നമ്മുടെ അഭിവന്ദ്യ പിതാവ്, മാകാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, സ്വന്തത്തെക്കാൾ, എല്ലാവരെക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട റസൂൽ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ റൂഹ് വിരിയുന്ന സമയത്തും അവസാന നിമിഷത്തിലും നമ്മളോട് പറഞ്ഞത് അസ്സലവാത്തുൽ ഖംസ്, എൻ്റെ ഉമ്മത്തി നിസ്കാരം നിലനിർത്തുമോ എന്നായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ ആലോചിച്ച് നോക്കൂ, ഇന്ന് നമ്മുടെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്താ? നിസ്കരിക്കുന്നുണ്ടോ? നിസ്കരിക്കാത്തവരല്ലേ ബഹുഭൂരിഭാഗവും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.